പ്രിയം, അത് കണ്ട ഒരു പ്രകാശം വരുന്നു. അതെ, എന്താണിത്? ദേവത. അതെ, ദേവത എത്ര സുന്ദരിയാണെന്ന് കണ്ടോ നീ? കുട്ടികളെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ചോക്ലേറ്റ്സ്. എടുത്തോളൂ, നിങ്ങൾ ചോദിച്ച ചോക്ലേറ്റ്. എല്ലാം തിന്നു തീർത്തു. ദേവതയെ, നിങ്ങളുടെ കഥകൾ ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പൊ ഞങ്ങൾക്കൊരാഗ്രഹം. ആ കഥകളൊക്കെ നിങ്ങൾ ഞങ്ങളോട് പറയണം. ഞങ്ങളോട് മാത്രമല്ല, ഇവരോടും കൂടി. ശരി ശരി, തീർച്ചയായും. അതിമനോഹരമായ നീണ്ട തലമുടിയുള്ള റാപ്പൻസലിന്റെ കഥ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരിക്കൽ ഒരിടത്ത് ജോൺ എന്നു പേരുള്ള ഒരാളും അദ്ദേഹത്തിന്റെ ഭാര്യ നെല്ലും ജീവിച്ചിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞിനു വേണ്ടി അവർ ദാഹിച്ചിരുന്നു. അയൽപ്പക്കത്ത് തന്നെയുള്ള ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ ദുഷ്ടയായ ഹെൽഗ എന്നു പേരുള്ള ഒരു മന്ത്രവാദിനി താമസിച്ചിരുന്നു. ഒരു ദിവസം നെൽ ഗർഭിണിയായി. അവൾ ആ മന്ത്രവാദിനിയുടെ തോട്ടത്തിൽ റപുൻസൽ എന്ന ചീര വളർന്നു നിൽക്കുന്നത് കണ്ടു. അത് നല്ല പച്ച നിറത്തിൽ പ്രസരിപ്പുള്ളതായി വളർന്നിരുന്നു. ജോൺ, എനിക്ക് ആ ചീര കിട്ടിയാ കൊള്ളായിരുന്നു. അവിടുന്ന് കുറച്ച് ചീര പറിച്ചുകൊണ്ടുവരാമോ? ജോണിന് ഭാര്യയെ അതീവ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവളെ നിരാശപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. അയാൾ ചീര പറിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അയാൾ ചീര പറിക്കാൻ തുടങ്ങിയപ്പോൾ ആ മന്ത്രവാദിനി മുന്നിൽ വന്ന് നിൽക്കുന്ന അയാൾ കണ്ടു. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ റപുൻസൽ ചീര നീ പറിക്കും? നീ ഇതിനുള്ള ശിക്ഷ അനുഭവിക്കണം. ജോൺ തന്റെ ഭാര്യയ്ക്ക് ചീരയോടുള്ള ആഗ്രഹത്തെപ്പറ്റി അവരോട് പറഞ്ഞു. കൂടാതെ താൻ ഒരു അച്ഛനാകാൻ പോവുകയാണെന്നും അയാൾ പറഞ്ഞു. എന്നോട് ദയവുണ്ടാകണം. ശരി, ചീര എടുത്തോണ്ട് പൊയ്ക്കോളൂ. പക്ഷേ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് എനിക്ക് തരണം. ജോണിന് വല്ലാത്ത പേടിയായി. അയാൾ സമ്മതിച്ചു. നെൽ ദിവസവും റപുൻസൽ ചീര കഴിക്കും. കുറച്ചു മാസങ്ങൾക്കകം അവൾക്ക് ഒരഴകാർന്ന പെൺകുട്ടി ജനിച്ചു. അടുത്ത ദിവസം ഹെൽഗ കുഞ്ഞിന്റെ മേൽ അവകാശവും പറഞ്ഞുകൊണ്ടുവന്നു. ഈ കുഞ്ഞ് എന്റേതാണ്. ജോൺ ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തു. ആ മന്ത്രവാദിനി അവൾക്ക് റപുൻസൽ എന്ന് പേരിട്ടു. റപുൻസൽ അതിസുന്ദരിയായി വളർന്നു വന്നു. അവൾക്ക് 12 വയസ്സ് തികഞ്ഞപ്പോൾ ഹെൽഗ അവളെ കാട്ടിലുള്ള ഒരു വലിയ ഗോപുരത്തിനുള്ളിൽ അടച്ചിട്ടു. അതിന് കതകോ ഏണിപ്പടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന്റെ മുകളിൽ ഒരു ചെറിയ ജനാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെൽഗയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൾ വിളിക്കും, റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. റപുൻസലിന് അപാരമായ നീണ്ട ഇടതൂർന്ന സ്വർണ്ണ നിറത്തിലുള്ള മുടിയുണ്ടായിരുന്നു. മന്ത്രവാദിനിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൾ തന്റെ തലമുടി താഴേക്കിടും. ഹെൽഗ അതിൽ പിടിച്ചു കയറി ഗോപുരത്തിന്റെ മുകളിലെത്തും. റപുൻസലിന് ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ വേണ്ടി മാത്രം കുറച്ചു നേരം അവരവിടെ നിൽക്കും. അങ്ങനെ കുറെ കാലം അവൾ ഗോപുരത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരനായ രാജകുമാരൻ തന്റെ കുതിരപ്പുറത്തിരുന്ന് അതുവഴി വന്നു. അയാൾ ഗോപുരത്തിൽ നിന്നും ഒരു മനോഹരമായ ശബ്ദം കേൾക്കാനിടയായി. അയാൾ അടുത്ത് ചെന്നപ്പോൾ പാട്ട് നിലച്ചു. പെട്ടെന്നൊരു പരുക്കൻ ശബ്ദം കേട്ടു. റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. മനോഹരമായ തലമുടിയിൽ പിടിച്ചു കയറി ഒരു മന്ത്രവാദിനി മുകളിലേക്ക് പോകുന്നത് കണ്ട രാജകുമാരൻ അത്ഭുതപ്പെട്ടു. ആ മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയെ കണ്ടെത്താൻ അയാൾ ആഗ്രഹിച്ചു. ആ മന്ത്രവാദിനി താഴെ ഇറങ്ങുന്നതുവരെ അയാൾ അവിടെ കാത്തിരുന്നു. റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. പെട്ടെന്ന് തലമുടി താഴെയെത്തി. രാജകുമാരൻ അതിൽ പിടിച്ചു കയറി മുകളിലെത്തി. ആദ്യമായി ഒരു പുരുഷനെ കണ്ട റപുൻസൽ ഭയം കൊണ്ട് വിറച്ചു. പക്ഷേ രാജകുമാരൻ അവളോടൊരു സുഹൃത്തിനോടെന്നതുപോലെ സംസാരിച്ചു. എനിക്ക് വേണ്ടി ഒന്ന് പാടാമോ? റപുൻസലിന് വളരെ സന്തോഷമായി. അവൾ പതിവിലുമുപരി മധുരമായി പാടാൻ ആരംഭിച്ചു. അങ്ങനെ ദിവസവും രാജകുമാരൻ റപുൻസലിനെ കാണാനെത്തും. അവൾ അയാൾക്ക് വേണ്ടി പാട്ടുപാടും. അവർ പ്രണയത്തിലായി. രാജകുമാരൻ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. ഓ, തീർച്ചയായും സമ്മതിക്കാം. ഞാൻ എങ്ങനെയാണ് നിന്നെ താഴേക്ക് കൊണ്ടുപോവുക? എങ്ങനെ താഴേക്ക് ഇറങ്ങണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഓരോ തവണ വരുമ്പോഴും കുറേശ്ശെ പട്ടുനൂൽ കൊണ്ടുവന്ന് തന്നാൽ ഞാൻ അത് ഉപയോഗിച്ചൊരു ഏണി നെയ്തെടുക്കാം. അത് പൂർത്തിയായ ഉടനെ ഞാൻ താഴെ എത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോകാം. അങ്ങനെ ഓരോ ദിവസവും വൈകുന്നേരം രാജകുമാരൻ അവളെ വന്ന് കാണും. ഹെൽഗയും ദിവസം തോറും വരും. ഒരു ദിവസം ഹെൽഗ പതിവിലും നേരത്തെ ഗോപുരത്തിനടുത്തെത്തി. റപുൻസൽ രാജകുമാരന് വിട പറയുന്നത് അവൾ കാണാനിടയായി. ആരോ എന്നെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉടനെ അവൾ ഒരു പദ്ധതി തയ്യാറാക്കി. അവൾ റപുൻസലിന്റെ മനോഹരമായ നീണ്ട തലമുടി മുറിച്ചെടുത്ത് ജനാലയുടെ കുളത്തിൽ കെട്ടിത്തൂക്കിയിട്ടു. അടുത്ത ദിവസം വൈകുന്നേരം രാജകുമാരൻ പതിവ് പോലെ വന്നു വിളിച്ചു. റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. തലമുടി താഴെയെത്തി. പക്ഷേ രാജകുമാരൻ മുകളിലെത്തിയപ്പോൾ കണ്ടത് സ്നേഹവതിയായ റപുൻസലിന് പകരം ദുഷ്ടയായ മന്ത്രവാദിനിയെയാണ്. ആഹാ, നീയായിരുന്നു അത്. നിന്റെ ജീവിതത്തിൽ ഇനി നീ റപുൻസലിനെ കാണില്ല.
ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. ഹെൽഗ ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി. പക്ഷേ ധൈര്യശാലിയായ രാജകുമാരൻ തന്റെ വാളൂരി അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവളെ വെട്ടിക്കൊന്നുകളഞ്ഞു. രാജകുമാരനും റബുൻസലും ജനാലയിൽ കെട്ടിവെച്ചിരുന്ന തലമുടിയിൽ പിടിച്ച് താഴേക്കിറങ്ങി വന്നു. ഉടനെ തന്നെ രാജകുമാരനും റബുൻസലും തമ്മിലുള്ള വിവാഹം ഗംഭീരമായി നടന്നു. അവർ റബുൻസലിന്റെ മാതാപിതാക്കളെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അവർ വളരെ കാലം ആഹ്ലാദത്തോടെ ജീവിതം നയിച്ചു. മന്ത്രവാദിനിയുടെ പേരെന്താണ്? ഹെൽഗ, ജെൻസി, സിൻഡ്രല, ജെർസി. ഹെൽഗ ശരി ഉത്തരമാണ്.